ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാമല്ലേ. ആദ്യം തന്നെ അത് അടുപ്പിലുള്ള വെണ്ണൂറൊന്ന് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ തീ കത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിറകൊക്കെ ഇട്ട് കൊടുത്ത് തീയൊക്കെ കത്തിച്ച് നമ്മൾ ചോറിനുള്ള വെള്ളം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അരി അവിടെ കഴുകി വെക്കട്ടെ, എന്നാൽ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ദോശയാണ് കേട്ടോ. നമ്മൾ തലേദിവസം ദോശമാവിന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കിച്ചണിൽ വന്ന ആദ്യം തന്നെ നോക്കുന്നത് ദോശമാവ് പൊങ്ങി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് കേട്ടോ. ഒട്ടുമിക്ക വീട്ടമ്മമാരുടെയും ഒരു ടെൻഷനായിരിക്കും അല്ലേ, അപ്പത്തിന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പതഞ്ഞിക്കണോ നരച്ചിക്കണോ എന്നുള്ളതൊക്കെ ഒരു ടെൻഷനായിരിക്കും. രാവിലെ അടുക്കളയ്ക്ക് വരുന്നതന്നെ അതെന്തായിക്കണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ദോശമാവൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് ആ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ്. ഈ ഒരു ചട്ടിക്ക് ഈ ഒരു വെള്ളപ്പം നമ്മൾ ഈ ദോശ ഉണ്ടല്ലോ, ആ അപ്പത്തിന് കൂട്ടി വെച്ച അപ്പത്തിന് ഈ ഒരു ചട്ടിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ കലക്കി പറഞ്ഞ അപ്പം ചൂടുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചധികം മാവിന് കൂട്ടി വെക്കുന്ന ദിവസങ്ങളിൽ, എന്നിട്ട് മാറി മാറി കടികൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ദോശ നന്നായിട്ട് കിട്ടി, ചട്ടിയിൽ നിന്ന് കിട്ടുന്ന നല്ല സൂപ്പറായിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് ചുട്ടിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ആവശ്യമുള്ളതല്ലേ ചുടാൻ പറ്റുള്ളൂ. ഈ മക്കളൊക്കെ ഒന്നരയ്ക്ക് തിന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ അധികമൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. അങ്ങനെ ദോശ ചുടൽ കഴിഞ്ഞ് ബാക്കിയുള്ള മാവ് ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും വെള്ളം ചൂടായി വന്നപ്പോൾ അതിലേക്കുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പയറുണ്ടായിരുന്നല്ലോ ഫ്രിഡ്ജിൽ, അതൊന്ന് കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഒരു സവാളയും കൂടെ കട്ടിയെടുത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഗ്രീൻ പീസാണ് കേട്ടോ. ഇത് ഞാൻ എന്ത് ചെയ്യാമെന്നോ, നമ്മൾ സോക്ക് ചെയ്ത് വെക്കുമല്ലോ ഗ്രീൻ പീസ്, അങ്ങനെ സോക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ സിപ്ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും. എന്നാൽ പിന്നെ നമുക്കുണ്ടല്ലോ ഈ തലേദിവസം വെള്ളത്തിലിടാൻ മറന്നു പോകുന്നൊക്കെ ടെൻഷൻ ഉണ്ട്, അങ്ങനത്തെ പ്രശ്നമല്ല കേട്ടോ. നമുക്ക് വേണ്ടുമ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് കുറച്ച് എടുത്തുങ്ങാണ്ട് ഇതുപോലെ കുക്കറിലിട്ട് പൊടികളൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങ് വേവിച്ചെടുത്താൽ മതി. എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഉപ്പേരി അതിൽ നിന്ന് മാറ്റി ആ ഒരു ചട്ടിയിൽ തന്നെ നമ്മളെ കറി തൂമിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേഗം ചായ കുടിക്കാൻ വിചാരിച്ചു. നല്ല സോഫ്റ്റ് അപ്പം കറിയൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചപ്പോഴേക്കും ചോറും വെന്തു. അങ്ങനെ പിന്നെ ചോറ് ബോക്സിലാക്കി ഇവാനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് റോട്ടിക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം.